Hello everyone, it's me Jessa. Welcome back to my YouTube channel. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഷോർട്സ് ഒക്കെ ഇടാന്നല്ലാണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അപ്പോൾ SLC കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, ഇനി +1 ആണ്. ഇതിൻ്റെ ഒരു SLC എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോണത്. ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. ഇനി SLCക്കുള്ള കുട്ടികൾക്ക്, ഇനി 10th കുട്ടികൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലേ എന്നുള്ളത്, അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്തായാലും കമന്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ക്യാമറ നോക്കി വീഡിയോ ചെയ്യണം, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് ഇനി സെറ്റാക്കി എടുക്കാം. ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ എനിക്കറിയാം. അപ്പം മെയ് 4 ഞാൻ കുറേ ഈ വീഡിയോ ചെയ്യണം വിചാരിക്കണം. എൻ്റെ ക്ലിയറുള്ള ഫോണില്ല, അതിപ്പം ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡാണ്, അപ്പോൾ തീരെ ക്ലിയർ ഇല്ല. അപ്പോൾ ക്ലിയർ ഇല്ലാത്തതിൽ എടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇപ്പം ഐഫോൺ കിട്ടിയപ്പം അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി പ്രോബ്ലം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലാഗ് ആയത്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇനി ഇൻഷാല്ലാ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും, ഈ 10th ട്യൂഷനിക്ക് പോകണോ വേണ്ട എന്നുള്ളത്. ഞാൻ ട്യൂഷനിൽ പോയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഓഫ്ലൈനായിട്ട്. അപ്പം ട്യൂഷൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ട്യൂഷൻ വന്നിട്ട്. ജസ്റ്റ് ട്യൂഷൻ സെൻറ്ററിൽ നോക്കിയാൽ സ്കൂൾ കാണാൻ പറ്റും, അത്രക്കും അടുത്തായിരുന്നു. അടുത്ത ഞങ്ങളെ ബെല്ലടിച്ചിട്ടൊക്കെ ട്യൂഷൻ കിട്ടുള്ളൂ, അത്രക്കും അടുത്താണ്. ഒരു 5 മിനിറ്റ് കൂടി നടക്കാല്ലേ, അത്രക്കും ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ രാവിലെയും ക്ലാസ് ഉണ്ടാവും കേട്ടോ. അതായത് നമുക്ക് സ്കൂളിലെ ഡേയ്സിലും മോർണിംഗ് ക്ലാസ് ഉണ്ടാവും, ഒരു 1-1.5 മണിക്കൂർ. അപ്പം ഞങ്ങൾക്ക് പറയുമ്പോൾ മോർണിംഗ് ക്ലാസ്സും ഉണ്ടാവും ഡെയിലി. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഫുൾ ഡേ ക്ലാസ്സും ഉണ്ടാവും, അങ്ങനെയാണ് ഉണ്ടാവില്ല. ഐ തിങ്ക് വെക്കേഷൻ്റെ ടൈമിൽ ഫുൾ ഡേ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശനിയും ഞായറും ഉച്ചവരെ അങ്ങനെ എന്തോ ആണ്, അത് മൊത്തത്തിൽ ഉച്ചവരെ, അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ കുറച്ചായാലും അത്യാവശ്യം നല്ല ക്ലാസ്സസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള ടൈം പിന്നെ കിട്ടണില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു ഓഫ്ലൈൻ ട്യൂഷന് പോകുമ്പോൾ ഓൺലൈൻ ട്യൂഷൻ്റെ കാര്യം എങ്ങനെ എനിക്കറിയില്ല. ഇപ്പോൾ ബാച്ചൊക്കെ ഉണ്ടല്ലോ, സൈലത്തിനും മെജുബോർഡിൻ്റെ ഒക്കെ, അതിന് എങ്ങനെ എനിക്കറിയില്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഓഫ്ലൈൻ ട്യൂഷൻ്റെ കാര്യം എങ്ങനെയാണ്, നമുക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ അധികം ടൈം കിട്ടില്ല, കാരണം ഫുൾ ടൈം അവിടെ അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് എനിക്ക് എങ്ങനെയെന്ന് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് വല്ലാണ്ട് പറയാത്തത്. ബട്ട് അപ്പോൾ ഓൺലൈനായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ പലർക്കുള്ള ഒരു ഡൗട്ടാണ്, എജുപോർട്ടാണോ സൈലാണോ നല്ലത് എന്നുള്ളത്. എജുപോർട്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ടുള്ള ആളാണ്, പ്രത്യേകിച്ച് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ. അത് നിങ്ങൾക്ക് അങ്ങനെ തലയിലേക്ക് കയറില്ല, ബാക്കിയൊക്കെ പിന്നെ കുറേയൊക്കെ കത്തും. എന്താണ് ഈ എജുപോർട്ടാണ് നമ്മളെ പോലത്തെ ആവറേജ് കുട്ടികൾക്ക് ഒന്നുകൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്, അതായത് യൂട്യൂബ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് പറഞ്ഞത്. സൈലത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒരു ഐഡിയ ഉള്ളവർക്കാണ് അത് ഒന്നുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ സൈലത്തിൽ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവും. അത് മാത്സ് ആയാലും, മാത്സ് ഒക്കെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സൈലത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് നല്ലത്. അതിലേറെ അപ്പുറത്ത് പിന്നെ വേറെ ക്വസ്റ്റ്യൻസ്, വേറെ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൈലത്തിൽ ഉണ്ടാവുക കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്ലാസ് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ പോലത്തെ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെറ്റർ എജുപോർട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൈലം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഒരു ഐഡിയ ഉള്ളവർക്ക് ബെറ്റർ ആയി, കാരണം നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൈലത്തിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് സൈലത്തിൽ ഉണ്ടാവുക. അതേപോലെ ഈ ട്യൂഷൻ സെന്ററിലൊക്കെ എന്തുണ്ടാവും, ഈ ഒരു ജനുവരി ടൈം ആവുമ്പോൾ തോന്നുന്നുണ്ട് നൈറ്റ് ക്ലാസ് വരും. നൈറ്റ് ക്ലാസ്സിന് നിങ്ങൾ ജോയിൻ ചെയ്യും. നൈറ്റ് ക്ലാസ് എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ നൈറ്റ് ക്ലാസ്സിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നൈറ്റ് ക്ലാസ് എനിക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്ക് ഒന്നുകൂടി ലൈക്ക് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു വിടും, പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടൊക്കെ ആയിട്ട്. കഥ പറയലില്ല, പാട്ട് പാടിയിട്ട് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചു വിടും. അതുകൊണ്ട് തന്നെ പെരെ എത്തിയപ്പോൾ നമുക്ക് വല്ലാണ്ട് നോക്കേണ്ട ഒരു ഇത് വരില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് ക്ലാസ്സിന് പോലെ നമുക്ക് അവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോരാം. ബട്ട് അത് ലാസ്റ്റ് കിട്ടാൻ ഉണ്ടാവുക, അതും എല്ലാ ചാപ്റ്റേഴ്സും ഒന്നും എടുക്കൂല തോന്നുന്നുണ്ട്. നൈറ്റ് ക്ലാസ് അടിപൊളിയാണ്. അതിന്റെ മുന്നേ കുറച്ചുകൂടി നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തീർത്തിട്ട് നൈറ്റ് ക്ലാസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നൈറ്റ് ക്ലാസ്സിന് എല്ലാ ചാപ്റ്റേഴ്സും എടുക്കൂല കേട്ടോ. ഹിസ്റ്ററി ആകെ 3 ചാപ്റ്റർ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ ജോഗ്രഫിയും 2-3 ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ്ലൈൻ ട്യൂഷന് പോകാണ്ടിരിക്കണതാവും ബെറ്റർ. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരുങ്ങി പോകുന്ന ആ ടൈം നമുക്ക് വേസ്റ്റ് ആണ്. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരണം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. അങ്ങനത്തെ ടൈമൊക്കെ നമുക്ക് പോകണം. അതിനായിട്ട് നല്ലത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളവർക്കുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കണം നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് ബാച്ചിന് എന്തെങ്കിലും ചേരുക. ബാച്ച് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങൾ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്യും. ഇനി ഞാൻ എനിക്ക് പറ്റിയുള്ള കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞുതരാം. ആൻഡ് എസ് എസ് നല്ല ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യത്തെ SS ഭയങ്കര ടഫായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടൊന്നൊന്നുമല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. SS എന്ന് പറഞ്ഞാൽ നിറച്ചുകൊണ്ട് പഠിച്ചാൽ കുറേ ഏരിയ ഉണ്ട്. അതായത് നമ്മളൊരു പേജ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാല്ല, ഒക്കെ പഠിക്കാനുള്ളതാണ്. അത്രക്കും 4 ടെക്സ്റ്റ് ബുക്കാണ് SS ഉള്ളത്. ഹിസ്റ്ററി പാർട്ട് 1ഉം പാർട്ട് 2ഉം, അതേപോലെ ജിയോഗ്രഫി പാർട്ട് 1ഉം പാർട്ട് 2ഉം. അപ്പോൾ ഈ SS നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് തീർക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാൽ ഞാൻ SS പഠിക്കാണ്ടാണ് SLC എന്താണ് പബ്ലിക് എക്സാമിന് പോണത്. ഞാൻ ആകെ കുറച്ചെന്തോ പാഠം പഠിച്ചിട്ട് പോകണം. എനിക്ക് പഠിച്ച പാഠം വെച്ചാൽ അതിന് മുന്നേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ പാഠം പോലും എനിക്കപ്പം പഠിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ പിന്നെ എനിക്ക് അറിയുന്ന പാഠം പഠിച്ചിട്ട് പോയി. ആൻഡ് കുറേ പിന്നെ SS ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപാഠം പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ്. അപ്പം കാണാം. പിന്നെ കുറേ മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കലെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ SS നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു തീർക്കുക SLC ആകുമ്പോഴത്തേന്. അതാണ് എനിക്ക് പറയാനുള്ളത്. SS എന്തായാലും 3 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമാണ് നോക്കി പോയിട്ടുണ്ടെങ്കിൽ SLC പബ്ലിക് എക്സാമിന് SS-ന്റെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടപടൽ മൂഞ്ചിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. SS-ൽ B+ ഒക്കെ മിക്കവാറും ഉണ്ടാവുള്ളൂ. A തന്നെ ഉണ്ടാവുക അറിയില്ല. അത്രക്കും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാതെ തന്നെ വിട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നു SS എക്സാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ SS എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ഫുള്ളാക്കാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ SS ഇപ്പോഴേ തുടങ്ങിക്കോളി, എന്നിട്ട് എങ്ങനെയെങ്കിലും SLC ആകുമ്പോഴത്തേനും തീർക്കാൻ നോക്കിക്കൊണ്ടിട്ട്. അത് പക്ഷെ SS എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പഠിച്ചത് തന്നെ പിന്നെയും പഠിക്കേണ്ടി വരികയാണ്. അല്ലാണ്ട് അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോവാണ്. ഈ പഠിച്ചത് തന്നെ പഠിച്ചു തീർന്നിട്ട് പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സ് വേറെ ആരും ഒന്നും പഠിക്കൂല, നമ്മളാണ് പഠിച്ചിട്ടുണ്ടായി. ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം നിങ്ങൾ എന്താണ് അതിനെ പറ്റി സാർമാരോടോ അല്ലെങ്കിൽ പഠിക്കണവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് പഠിച്ചു തുടങ്ങിയോളൊക്കെ. അതേപോലെ എനിക്ക് മൂഞ്ചിയിട്ടുള്ള വേറൊരു എക്സാം ആയിരുന്നു ഹിന്ദിൻ്റെത്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എക്സാം. ഏത് പൊട്ടന്മാർക്കും എഴുതാൻ പറ്റുന്ന, അതായത് ആൻസേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അങ്ങനത്തെ ഒരു എക്സാം ഇനി ഹിന്ദിൻ്റെത്, ഇപ്രാവശ്യത്തെ ഹിന്ദിൻ്റെ എക്സാം. പക്ഷെ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അന്ന് ഇത് കൊണ്ടുപോയില്ല. അതായത് പെന്ന് പെൻസിൽ വെക്കുന്ന നമ്മളെ പൗച്ച് കൊണ്ടുപോയില്ല. ഞാൻ ആ സംഭവം മറന്നിട്ടില്ല. ഞാൻ അവിടെ ടൈമിൽ, അതായത് ബെല്ലടിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ചു നേരം എക്സാമിൻ്റെ ടൈം ആവുന്നതിന് മുന്നേ നമ്മൾ കുറച്ചു നേരം ബുക്കൊക്കെ നോക്കി നിൽക്കുമല്ലോ. അപ്പൊ ഞാനങ്ങനെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പം സാറ് വന്നു, ബെല്ലടിച്ചിട്ട് സാറ് വന്നു. എന്നിട്ട് പിന്നെ ഞാൻ പൗച്ച് തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. ഇനി ബൈക്കിൽ ഞാൻ അവിടെ ഇട്ടു, ഞങ്ങൾ തപ്പിയിട്ട് കിട്ടുന്നില്ല. അപ്പം എന്താ ആയത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്തിനാ ഇപ്പം ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല, ആരോടൊക്കെ ചോദിച്ചാലും മതി. പക്ഷെ എനിക്ക് ടെൻഷനായി, എന്താ അറിയില്ല, പെട്ടെന്ന് ടെൻഷൻ. അതുകൊണ്ട് ഇപ്പം എന്താ ഹിന്ദി അങ്ങോട്ട് മൂഞ്ചി കിട്ടി, വേറെ ഒത്തില്ല. തെരഞ്ഞിട്ട് സാധനം കാണില്ല. സാറാണെങ്കിൽ വന്നു ചെയ്ത് എൻ്റെ അപ്പുറത്തുള്ള കുട്ടീനോട് പെന്ന് വാങ്ങി. അതാണെങ്കിൽ മറ്റേ ടെക്നോടിപ്പ്. എനിക്കാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ ഒരു വൃത്തികെട്ട എഴുത്താണ്. ഈ മലയാളം ഹിന്ദിയൊക്കെ ഒരു എഴുതിയൊരു ഇത് കിട്ടൂ എൻ്റെത്. പിന്നെ എനിക്ക് ടെക്നോടിപ്പിനോട് ഞാൻ ഇതാ തീരെ നന്നാവില്ല. ഒരുമാതിരി എന്താണ് അണ്ണാച്ചളം ഇത് എങ്ങനെ ഇപ്പോൾ പറയാൻ എന്താണ് മനസ്സിലാവാത്ത മാതിരിയാണ് ടെക്നോടിപ്പിനോടൊക്കെ എഴുതേണ്ടിണ്ടാവും. പ്രത്യേകിച്ച് ഹിന്ദിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പം എനിക്കാണ് കിട്ടിയത് ടെക്നോടിപ്പ്. പിന്നെ വേറെ ചോദിച്ചാൽ ടൈമില്ല, കാരണം സാറ് ഓൾറെഡി വന്നു, എല്ലാവരും സീറ്റിലൊക്കെ കയറി ഇരിക്കലോ നിർത്തി. അപ്പം എനിക്ക് പിന്നെ വേറൊക്കെ ചോദിച്ചാൽ ടൈമില്ല. അപ്പം അങ്ങനെ കിട്ടിയ പെന്നും കൊണ്ട് ഞാൻ ഇരുന്നു. ടെക്നോടിപ്പാണെങ്കിൽ പുതിയ പെന്ന് കേട്ടോ, യൂസ് ആക്കിയ പെന്നല്ല, പുതിയ പെന്ന്. എന്നിട്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ കുത്തർന്ന് വരക്കണം, കാരണം ഇത് എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റണ്ടേ. അപ്പം ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അയിമേ കുത്തർന്ന് വരക്കാണ്. കാരണം എന്നാലും എനിക്ക് എഴുതാൻ കഴിയുള്ളൂ മറ്റേ കൂൾ ഓഫ് ടൈം കഴിഞ്ഞാൽ. അപ്പം എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണേ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും വായിച്ചില്ല. ഞാൻ എനിക്കൊന്നും ആ കൂൾ ഓഫ് ടൈമിൽ 2 വട്ടം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത്രമാതിരി വായന ഞാൻ വായിച്ചത്, അത് ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വായന വായിച്ചിട്ടാണ് ഞാൻ ഹിന്ദി എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം മൂഞ്ചിക്കണം. അന്നാണെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ചോദിക്കാനോ എന്നുള്ള അതും കഴിഞ്ഞില്ല. അപ്പം ഏതായാലും ഹിന്ദി അങ്ങനെ മൂഞ്ചി. നമ്മളിനി ടെൻഷൻ അടിക്കാണ്ട് ഇതാ മേ ബി കുഴപ്പമുണ്ടാവില്ല. ബട്ട് ഞാൻ വല്ലാണ്ട് അങ്ങനെ ടെൻഷൻ അടിച്ചു പോയി. അതുകൊണ്ട് കാരണം ഇങ്ങനെ ആയത്. പിന്നെ മാത്സ് നല്ല സിമ്പിൾ ആയി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ മാത്സിന് അത്യാവശ്യം വീക്കാണ്.
അപ്പം A+ ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഒരു A ഒക്കെ മേ ബി ഉണ്ടാവും. കാരണം മാത്സിന് അത്യാവശ്യം നല്ല വീക്ക് ആയിരുന്നു, പിന്നെ ലാസ്റ്റ് കിട്ടാനാണ് സെറ്റാക്കി വന്നത്. അതേപോലെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് ഇപ്രാവശ്യം പറഞ്ഞാൽ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് തോന്നുന്നുണ്ട്. അതിപ്പോൾ ഡിസ്കോഴ്സ് ആയാലും ഡിസ്കോഴ്സ് നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ചിട്ട് എഴുതണം, ഇല്ലെങ്കിൽ പാളും. കാരണം എന്താണ് ഒരു റൈറ്റപ്പ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു 2 ക്യാരക്ടേഴ്സിന്റെ തീമിൽ എഴുതാനാ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, ഇപ്പോൾ കുറേ ആയില്ലേ. അപ്പം അങ്ങനെ എഴുതാനാ തോന്നുന്നു. ഞാൻ എന്നിട്ട് ആ ഫസ്റ്റത്തെ ക്യാരക്ടറിന്റെ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റൈറ്റപ്പ് എഴുതിയാണ് പകുതി മുക്കാലായിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റവന്റെ പേര് കാണാം, മറ്റേ ക്യാരക്ടറിന്റെ. എന്നിട്ട് പിന്നെ ആ ഒരു പാരഗ്രാഫായിട്ട് ഞാൻ ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് എഴുതിയത്. അപ്പൊ എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, ഇല്ലെങ്കിൽ ആ കടപടലം മൂഞ്ചും. ഓക്കെ. അതേപോലെ ഹിന്ദിന്റെ ഞാൻ ഫുള്ള് പറഞ്ഞില്ലേ, നോട്ടീസ് വന്നതിൽ അതിൽ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് എഴുതിയിട്ടില്ല. എനിക്ക് തോന്നി ഏതോ ഡേറ്റ് ആണ് എഴുതിയത്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കാത്തതിന്റെ പ്രോബ്ലംസ് മാത്രമാണ് എനിക്ക് ഹിന്ദി എക്സാം എഴുതിയത്. ഞാൻ പഠിക്കാത്തതിന്റെ പ്രശ്നമല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ചില്ല, അത് അവിടെയാണ് എനിക്ക് പാളിയത്. പഠിക്കാനൊക്കെ ഞാൻ പഠിച്ചു പോയിട്ടുണ്ട്. ഒരു വാർത്താലാപ് വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും തമ്മിലുള്ള വാർത്താലാപം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനും കേശവും ആണ് വെച്ചിട്ട് അങ്ങനെ അത് എഴുതി, അതും പോയി. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദി മോഡൽ എക്സാമിന് ഇങ്ങനെ ഈ ബോക്സ് ഒക്കെ തന്നിട്ട് അതിന്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിന് കൂടുതലും അതിന്റെ ആൻസേഴ്സ് വന്നു കഴിഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ അതിന്റെ ആൻസർ എടുത്ത് അങ്ങനെ ഉണ്ടാക്കി എഴുതാനാണ് ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ബോക്സിന് എടുത്ത് എഴുതാനല്ലേ ഏത് മോഡൽ എക്സാം ഉണ്ടായിരുന്നത്. പക്ഷേ പബ്ലിക്കിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പബ്ലിക്കിനൊക്കെ ആ ബോക്സിൽ നിന്ന് എടുത്ത് ചെയ്താലുള്ള ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പൊട്ടത്തിയിട്ട് എന്ത് ചെയ്തു, എനിക്ക് തോന്നിയ മാതിരി എന്ത് ചെയ്ത് ഉണ്ടാക്കി എഴുതി വെച്ചു. പക്ഷെ എന്തുണ്ട്, ആ ബോക്സിൽ അതിന്റെ ഒക്കെ ആൻസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 2-4 മാർക്ക് അവിടെ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ബയോളജി നല്ല സുഖേനി, നല്ലൊരു അടിപൊളി എക്സാം ഇനി. അതും ക്രിസ്മസും അതേപോലെ ഓൺ എക്സാം ഒക്കെ ഭയങ്കര ടഫ് കഴിഞ്ഞിട്ടോ. ബയോളജി എത്ര പഠിച്ചിട്ടും കാര്യമില്ല. എനിക്ക് പിന്നെ ക്രിസ്മസിനൊക്കെ എനിക്കൊന്നും ബയോളജി ആയിട്ട് എനിക്ക് നുള്ളോടി വരിക, കാരണം അത്രക്കും ഞാൻ പഠിച്ചിനി ബയോളജി. എന്നിട്ട് പിന്നെ അതിലൊത്തും എഴുതാൻ വെച്ചില്ല, എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മോഡലും പബ്ലിക്കൊക്കെ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം എഴുതാനായിട്ട് പറ്റി. അതേപോലെ തന്നെ ഫിസിക്സും അത്യാവശ്യം നല്ല ഈസിയാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പബ്ലിക്കിനാണ് മര്യാദയ്ക്ക് പഠിച്ചാൽ തുടങ്ങുന്നത്. അതിന്റെ മുന്നേ ഞാൻ ഫിസിക്സ് തൊട്ടോക്കല്ല തന്നെ ഇനി. പിന്നെ കെമിസ്ട്രി ഇപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം കെമിസ്ട്രി എന്തൊക്കെ ഒരു ഇതിലാണ് എഴുതിയത്, A+ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. പിന്നെ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇനി, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിവ്യൂ പറയാനായിട്ട് അറിയില്ല, കാരണം ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ SS ഒക്കെ വേഗം അങ്ങോട്ട് പഠിച്ച് തീർക്കാനായി നോക്കും. എനിക്കത് പഠിച്ച് തീരൂലെന്ന്. അതേപോലെ നമുക്ക് സ്കൂളിൽ ലാസ്റ്റ് ടൈം ആകുമ്പോൾ കുറേ പ്രിന്റും കാര്യങ്ങളും കിട്ടും, കുറേ നോട്ടൊക്കെ ടീച്ചർമാരെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഞാൻ കുറേ പ്രിന്റ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എത്ര അട്ടിയുള്ള ഒരു SS-ന്റെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ളതുണ്ട്. അത് ഞാൻ തുറന്നിട്ട് തന്നെ ഇല്ല. ആദ്യം SS പഠിച്ച് തീരുന്നുണ്ട്, എന്നിട്ടല്ലേ ക്വസ്റ്റ്യൻ നോക്കല്ലേ. നിങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പുതിയ സിലബസ് ഇനി കഴിഞ്ഞല്ല. അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അതിനെ പറ്റി. ബട്ട് ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മേ ബി ഒന്നുകൂടി യൂസ്ഫുൾ ആയിക്കാരം ഓഫ്ലൈൻ ക്ലാസ്സസ് ഞാൻ വിചാരിക്കും. അപ്പോൾ ഫോണിന്റെ യൂസേജ് മാക്സിമം കുറക്കാനായിട്ട് നോക്കുക. കാരണം നമ്മൾ എടുത്താൽ പിന്നെ അങ്ങനെ കണ്ടോണ്ടേ നിൽക്കും. നമുക്കിട്ട് എടുക്കാതെക്കാനായിട്ട് കഴിയൂല, കാരണം നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ എടുക്കാനേ വേണം. അപ്പം ഇൻസ്റ്റഗ്രാമൊക്കെ പ്രത്യേകിച്ച്, കാരണം ഞാനൊക്കെ ഇൻസ്റ്റയിൽ എന്താണ് ഒരു 2 റീൽ കാണാൻ വെച്ചിട്ട് കാര്യം കയറുക. ബട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങുക. അപ്പം എൻ്റെ പോലെ കൺട്രോൾ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യുക, എന്തേ ചെയ്യുക. എനിക്കുള്ള പണി എന്താ വെച്ചാൽ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ ക്രോമിൽ കൂടെ പോയിട്ട് കയറും. ക്രോമിൽ കൂടെ ആകുമ്പോൾ പിന്നെ നമ്മൾ വല്ലാണ്ട് എടുക്കില്ല, കാരണം അതിലെന്താണ് ടച്ചിങ് ഒന്നും വലിയൊരു സുഖമില്ല. കാരണം നമ്മൾ വിചാരിക്കണ പോലെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല, എന്തൊക്കെ ഒരു ഇതാണ് അതിൽ. അപ്പം ഞാൻ എന്നിട്ട് ക്രോമിൽ കൂടെ അങ്ങനെ എടുത്തിട്ട് ഞാൻ പിന്നെ ക്രോം ഒഴിവാക്കിയൊക്കെയുണ്ട് എൻ്റെ ഫോണിൽ നിന്ന്, കാരണം ക്രോമൊന്നും ഇറങ്ങണില്ല പിന്നെ. അപ്പം അങ്ങനെയൊക്കെ ഇനി അപ്പം കൺട്രോൾ ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാൻ എനിക്ക് കഴിയുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. റിപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ വേണം, എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്പം എനിക്ക് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഫുൾ ഫ്രീ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോടെ പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.